നമസ്കാരം. ആം ആദ്മി പാർട്ടിയിൽ പിളർപ്പ്. പാർട്ടിയുടെ യുവമുഖമായ രാഘവ് ചദ്ദ BJPയിൽ ചേരുന്നതായി പ്രഖ്യാപിച്ചു. രാഘവ് ചദ്ദയ്ക്കൊപ്പം മറ്റ് 6 ആം ആദ്മി എംപിമാരും പാർട്ടി വിട്ടു. സഞ്ജയ് സിംഗ് ഒഴികെയുള്ള രാജ്യസഭാ എംപിമാരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. വാർത്താ സമ്മേളനം നടത്തിയാണ് എംപിമാർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചത്. അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവരും പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ചു. നൽകിയ ഉത്തരവാദിത്തം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ രാഘവ് ചദ്ദ അരവിന്ദ് കെജ്രിവാളിന് നന്ദി പറഞ്ഞു. അഴിമതിക്കെതിരെ പോരാടുമെന്ന വാഗ്ദാനവുമായി ഡൽഹിയിൽ അധികാരത്തിൽ വന്ന പാർട്ടി ഇപ്പോൾ സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുതിർന്ന എംപിമാരായ അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവരോടൊപ്പം ഇന്ന് ഉച്ചയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ തുടങ്ങിയ പ്രമുഖർ BJPയിൽ ലയിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്നും അദ്ദേഹം അറിയിച്ചത്. ആം ആദ്മി പാർട്ടി രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ മൂല്യങ്ങളിൽ നിന്നും ആ പാർട്ടി ഇപ്പോൾ അകന്നിരിക്കുകയാണെന്നും ചദ്ദ ആരോപിച്ചു. നേരത്തെ തന്നെ ചദ്ദ പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു. 15 വർഷമാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചത്. ഇപ്പോൾ സത്യസന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് പാർട്ടി അകന്നുപോയി. തെറ്റായ പാർട്ടിയിലെ ശരിയായ വ്യക്തിയാണ് ഞാൻ. പാർട്ടി വിടുന്ന ഞാൻ ജനങ്ങളിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഘവ് ചദ്ദയുടെ രാജി ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. പലപ്പോഴും വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. മുൻപ് BJP നിശിതമായി അദ്ദേഹം വിമർശിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെയും രാഘവ് ചദ്ദ ശക്തമായി വിമർശിച്ചിരുന്നു. BJPക്ക് രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തപ്പോൾ അവർ അന്വേഷണ ഏജൻസികളെ വിടുന്നു. ഇത് ജനാധിപത്യമല്ല, മറിച്ച് ഏകാധിപത്യമാണ്. ആം ആദ്മി പാർട്ടിയുടെ വളർച്ചയിൽ ഭയന്നാണ് കെജ്രിവാളിനെയും മറ്റ് നേതാക്കളെയും വേട്ടയാടുന്നതെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. രാഘവ് ചദ്ദയുടെ പ്രസ്താവനകൾ പലപ്പോഴും കേന്ദ്ര സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നതും യുവജനങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ളതുമായിരുന്നു. പാർലമെന്റിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ട്. സാധാരണക്കാരെ ബാധിക്കുന്ന അധികം ആരും ഉന്നയിക്കാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അച്ഛനാകുന്നവർക്ക് ഭാര്യയും കുഞ്ഞിനെയും പരിചരിക്കാനുള്ള അവധി, നഗരത്തിലെ ഗതാഗത കുരുക്ക്, വിമാന കമ്പനികൾ അധിക ബാഗേജിന് ഈടാക്കുന്ന ഉയർന്ന ഫീസ്, മൊബൈൽ കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് സംവിധാനം, മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ബാങ്കുകൾ ഈടാക്കുന്ന പിഴ, പഴച്ചാർ എന്ന പേരിൽ പഞ്ചസാര വെള്ളം വിൽക്കുന്നുവെന്ന ആരോപണം തുടങ്ങി നിരവധി വിഷയങ്ങൾ അദ്ദേഹം സഭയിൽ ഉന്നയിച്ചിരുന്നു. ഡെലിവറി ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുന്ന 10 മിനിറ്റ് ഡെലിവറി നയത്തിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. ചദ്ദയെ രാജ്യസഭയിലെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടി നീക്കിയത് പാർട്ടിയുമായിട്ടുള്ള തർക്കത്തിന് കാരണമായിരുന്നു. രാഘവ് ചദ്ദയും AAPയുമായി അസ്വാരസ്യം നിലനിൽക്കുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്ന കാലം മുതൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ് രാഘവ് ചദ്ദ. കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിനൊപ്പം ചേർന്നാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന രാഘവ് ചദ്ദ രാഷ്ട്രീയത്തിലെത്തിയത്. പിന്നീട് AAP രൂപീകൃതമായപ്പോൾ അതിലംഗമായി. ഡൽഹി ലോക്പാൽ ബിൽ തയ്യാറാക്കുന്നതായിരുന്നു രാഘവിന് പാർട്ടി ആദ്യം ഏൽപ്പിച്ച ദൗത്യം. തുടർന്ന് AAPയുടെ ദേശീയ വക്താവും പിന്നീട് ദേശീയ ട്രഷററുമായി. 2022 രാജ്യസഭയിൽ അംഗമാകുന്നത്. 2012 മുതൽ ആം ആദ്മി പാർട്ടിയിൽ സജീവമായ വ്യക്തിയാണ് അദ്ദേഹം. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ദേശീയ വക്താവായി TV ചർച്ചകളിലും അദ്ദേഹം തിളങ്ങി. 2015 ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയതിന് പിന്നാലെ 26-കാരനായിരുന്ന രാഘവ് ചദ്ദയെ പാർട്ടിയുടെ ദേശീയ ട്രഷററായി അന്ന് നിയമിച്ചു. 2019 സൗത്ത് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും 2020 പാർട്ടി അദ്ദേഹത്തിന് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. തുടർന്ന് പഞ്ചാബിൽ 92 സീറ്റ് നേടി ആം ആദ്മി അധികാരം പിടിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജീന്ദ്ര നഗർ മണ്ഡലത്തിൽ നിന്ന് രാഘവ് ചദ്ദ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് 2022 പഞ്ചാബിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭാ അംഗമാകുന്നത്.